ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BEVAE 181, അതായത് എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് ആണ്. അപ്പോൾ നമുക്കറിയാം, മിക്കവരുടെയും ധാരണയാണ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിങ് ട്രീസ് അല്ലെങ്കിൽ പൊല്യൂഷൻ എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അതൊരു ചെറിയ പാർട്ട് മാത്രമാണ്. ശരിക്കും ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇതൊരു 4 ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്ത് ഏകദേശം 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. 14 ചാപ്റ്റേഴ്സ് ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പം എക്സാമിൻ്റെ പാറ്റേൺ അറിയുന്നവർക്കറിയാം, ഇത് OMR ബേസ്ഡ് ആണ്. അതുപോലെ 50 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. 2 hours എക്സാം. അപ്പോൾ എക്സാമിന് ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിക്കണം എന്ന് ഇല്ല. ജസ്റ്റ് കൺസെപ്റ്റുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലോജിക്ക് വെച്ച് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എക്സാമിന് നാളെ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്നാണെങ്കിലും ഇനി മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് എക്സാം ആണെങ്കിലും ജസ്റ്റ് ഈ ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്ത് വെച്ച് ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക. അപ്പം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ എൻ്റെ സബ്ജക്റ്റ് റിവൈസ് ചെയ്യാനുള്ള, അതുപോലെ PVQ അനാലിസിസ് നടത്തിയിട്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഓരോ ബ്ലോക്ക് വൈസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ 4 ബ്ലോക്കായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ബ്ലോക്കിൽ എൻവയോൺമെൻറ്റിനെയും എക്കോസിസ്റ്റത്തെയൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തതിൽ നാച്ചുറൽ റിസോഴ്സസ്. മൂന്നാമത്തതിൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസാണ് ഫോക്കസ് ചെയ്യുന്നത്. നാലാമത്തതിൽ എൻവയോൺമെൻറ്റൽ ലോസ്, എത്തിക്സ്, കൺസർവേഷൻ പോളിസീസൊക്കെയാണ് പറയാൻ പോകുന്നത്. എക്സാമിന് മുമ്പായിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞു തരികയാണ്. ഒന്നാമത്തത്, എൻ്റെ ടെക്സ്റ്റ് ബുക്ക് മെമ്മറൈസ് ചെയ്യാൻ ട്രൈ ചെയ്യരുത്. കൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. കാരണം ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടോ എസ്സേ ആയിട്ടോ എഴുതേണ്ടതല്ല. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. വായിക്കുമ്പം ക്ലിയർ മൈൻഡോടെ വായിക്കുക. അപ്പം നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ആണെങ്കിലും തിരിയും, ഓക്കെ ഇത് വായിച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ടേംസ് ടെക്സ്റ്റ് ബുക്കിന് ഇഷ്ടംപോലെ റീഡ് ചെയ്യാൻ ടൈമുള്ളവർ റീഡ് ചെയ്യുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ടേംസ് മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് എൻവയോൺമെൻറ്റ് എന്താണ്, എക്കോസിസ്റ്റം എന്താണ്, ഫുഡ് ചെയിന്, ഫുഡ് വെബ്, എക്കോളജിക്കൽ പിരമിഡ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ളതൊക്കെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്സാണ്. പിന്നുള്ളത് ഇമ്പോർട്ടൻ്റ് നെയിംസും റിപ്പോർട്ട്സും അല്ലെങ്കിൽ ഇതിൻ്റെ ഐഡിയ ഇത് ഡിസ്കവറി ചെയ്ത ആൾ ആരൊക്കെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏത് വർഷമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഡിഫൈൻ ചെയ്തത്, ഫോർമലായിട്ട് ഡിഫൈൻ ചെയ്ത റിപ്പോർട്ട് ഏതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട്, അതായത് അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് ബ്ലോക്ക് 1 ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കാം. അവർ എൻവയോൺമെൻറ്റ്. ഇതിൽ മെയിനായിട്ട് എന്താണ്, വാട്ട് ഈസ് എൻവയോൺമെൻറ്റ്, എന്താണ്. നമ്മളിപ്പോൾ ഒരു റൂമിലിരിക്കുകയാണ്, നമുക്ക് ചുറ്റും എന്തൊക്കെയുണ്ട്, എയർ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ബുക്സ് ഉണ്ട്, പ്ലാന്റ് ഉണ്ട്, ഇൻസെക്റ്റ് ഉണ്ട്, മറ്റാളുകളുണ്ട്. അങ്ങനെ എവറിത്തിങ് ദാറ്റ് സറൗണ്ട്സ് യു ആൻഡ് അഫക്ട്സ് യുവർ ലൈഫ് ഈസ് കോൾഡ് യുവർ എൻവയോൺമെൻറ്റ്. ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ സം ഓഫ് ലീവിങ് ആൻഡ് നോൺ ലീവിങ് കമ്പോണൻസ്, ഇൻഫ്ലുവൻസസ് ആൻഡ് ഈവൻറ്റ്സ് സറൗണ്ടിങ് ആൻ ഓർഗാനിസം. അതായത് നമുക്ക് ചുറ്റുമുള്ള എല്ലാം നമ്മളെ ലൈഫിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന എല്ലാത്തിനെയും നമ്മൾ പറയുക എൻവയോൺമെൻറ്റ് എന്നാണ്. എന്നാൽ ഈ വേർഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എൻവയോൺ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് വരുന്നത്. വേർഡിൻ്റെ മീനിങ് ടു സറൗണ്ട്, ടു എൻസർക്കിൾ എന്നാണ്. എന്തുകൊണ്ടാണ് എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻറ്റ്? നമുക്ക് എൻവയോൺമെൻറ്റ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതായത് ഫുഡ് ഇല്ലാണ്ട് പറ്റുമോ? സൺലൈറ്റ് ഇല്ലാണ്ട്, വാട്ടർ ഇല്ലാതെ, എയർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എർത്തിൻ്റെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ് എന്ത്, എൻവയോൺമെൻറ്റ്. ഇനി എൻവയോൺമെൻറ്റിലെ കമ്പോണൻസ് എന്തൊക്കെയാണ്? അബയോട്ടിക് കമ്പോണൻസ്, ബയോട്ടിക് കമ്പോണൻസ്. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ്, അതായത് ലൈഫ്, ജീവൻ എന്നൊക്കെ അർത്ഥമാണ് ബയോ. അപ്പോൾ അബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ്. അബയോട്ടിക് മീൻസ് നോൺ ലിവിങ്. എന്താണ് എക്സാമ്പിൾ? റോക്ക്, ക്ലൈമറ്റ്, മിനറൽസ്, സോയില്, സൺലൈറ്റ്, വാട്ടർ. വെള്ളത്തിന് ജീവനുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിന് ലൈഫില്ല, പക്ഷേ ലൈഫിന് അത്യാവശ്യമാണ്. അപ്പോൾ എൻവയോൺമെൻറ്റിൽ ഒരു ഘടകമാണ് അബയോട്ടിക്. നെക്സ്റ്റ് ബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവിങ് കമ്പോണൻസ്, അത് ജീവനുള്ളത്, പ്ലാന്റ്സ്, ആനിമൽസ്, ഹ്യൂമൻ ബീങ്സ്, മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, ഇതൊക്കെയാണ് അബയോട്ടിക്. അപ്പോൾ ക്വസ്റ്റ്യനിൽ വരാം, കുറേ ഇത് തന്നിട്ട് ഇതിൽ അബയോട്ടിക് ഏതാണ് അല്ലെങ്കിൽ ബയോട്ടിക് ഏതാണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അബയോട്ടിക് ആൻഡ് ബയോട്ടിക്. അതായത് അബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത്,
ജീവനില്ലാത്തതും ജീവനുള്ളതുമായ കമ്പോണൻസ് സെപ്പറേറ്റ് അല്ല, അവർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? പ്ലാന്റ്സ് ബയോട്ടിക്കാണ്. പ്ലാന്റ്സിന് എന്തൊക്കെ ആവശ്യമുണ്ട്? സൺലൈറ്റ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്. ഇതൊക്കെ അബയോട്ടിക് എലമെൻറ്റ്സ് ആണ്. ഇതൊക്കെ ഉണ്ടായാലാണ് പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ആനിമൽസ് എന്ത് ചെയ്യും? ആ പ്ലാന്റ്സിനെ കഴിക്കും. അതുപോലെ ഹ്യൂമൻസ് എന്ത് ചെയ്യും? പ്ലാന്റ്സിനെ, ആനിമൽസിനെ കഴിക്കും. അപ്പം ഈ ഓർഗാനിസംസ് എല്ലാം ഡൈ ചെയ്ത് മരിച്ചു കഴിയുമ്പോൾ, ചത്ത് കഴിയുമ്പോൾ ബാക്ടീരിയയും ഫംഗിയും അതിനെ ഡീകമ്പോസ് ചെയ്ത് മണ്ണിലേക്ക് ന്യൂട്രിയൻസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ ന്യൂട്രിയൻസ് ആണ് പ്ലാന്റ്സ് വളരാൻ സഹായിക്കുക. ഇതിങ്ങനെ ഒരു റിപ്പീറ്റഡ് ആയിട്ട് നടക്കുകയാണ്. ഈ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഇതിനെയാണ് പറയുക? എക്കോസിസ്റ്റം എന്ന് പറയാം. അതുപോലെ എൻവയോൺമെൻറ്റ് ഈസ് ഡൈനാമിക്. എങ്ങനെയാണ് ഡൈനാമിക് എന്ന് പറയാൻ പറ്റുക? എല്ലാ ദിവസങ്ങളിലും എൻവയോൺമെൻറ്റ് സെയിം ആണോ? അല്ല. ടെമ്പറേച്ചർ മാറുന്നുണ്ട്, റെയിൻഫാളും മാറുന്നുണ്ട്, സീസൺസ് മാറുന്നുണ്ട്. അപ്പോൾ എൻവയോൺമെൻറ്റ് ഈസ് ഡൈനാമിക്. ഇനി നമുക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ്. എന്തൊക്കെ ടൈപ്സ് ഉണ്ട്? നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഉണ്ട്, ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെൻറ്റ്, ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെൻറ്റ് ഉണ്ട്. എന്താണ് ഹ്യൂമൻ മോഡിഫൈഡും ഹ്യൂമൻ മെയ്ഡും തമ്മിലുള്ള വ്യത്യാസം? അത് നമുക്ക് നാച്ചുറൽ എൻവയോൺമെൻറ്റ് നോക്കാം. ഇതിൽ നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെയുണ്ട് ക്രിയേറ്റഡ് ബൈ നേച്ചർ, പ്രകൃതിയാൽ നിർമ്മിതമായതാണ്. ഇതിൽ മനുഷ്യൻ്റെ ഒരു കൺസ്ട്രക്ഷനും ഇല്ല. അതായത് കാടുകൾ, പുഴ, ഓഷ്യൻ, മൗണ്ടെയിൻ, മരുഭൂമികൾ, ഇതൊക്കെ. നെക്സ്റ്റ് ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെൻറ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ പ്രകൃതിയിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഹ്യൂമൻ എന്ത് ചെയ്തു? ഹ്യൂമൻസിൻ്റെ ഇൻട്രാക്ഷൻ മൂലം അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതായത് പ്ലാന്റേഷൻ, പാർക്ക്, സാങ്ച്വറീസൊക്കെ, അതായത് നേച്ചറിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെൻറ്റ്. അതായത് ഇത് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് ഹ്യൂമനാണ്, നേച്ചറിൻ്റെ ഒരു പാർട്ടുമില്ല. അതായത് റോഡ്, ബിൽഡിങ്, ഡാം, ആർട്ടിഫിഷ്യൽ ലേക്ക്, അപ്പോൾ ഇതൊക്കെ. ഇപ്പം എക്സാമ്പിളായിട്ട് ഇങ്ങനെ ചോദിക്കും, ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെൻറ്റ് ഇതിലേതാണ് എക്സാമ്പിൾ, അതുപോലെ ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെൻറ്റിന് ഏതാണ് എക്സാമ്പിൾ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ നോക്കാനുള്ളത്. എന്താണ് എൻവയോൺമെൻറ്റ്? എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന വേർഡ് ഇതിൽ നിന്നാണ് വന്നത്. 2 കമ്പോണൻറ്റ്സ്. അതുപോലെ ടൈപ്പ് ഓഫ് ഹ്യൂമൻ എൻവയോൺമെൻറ്റ് റിലേഷൻഷിപ്പാണ്. അതായത് ഹ്യൂമന് നേച്ചറില്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? പറ്റൂല. പക്ഷേ നേച്ചറിന് ഹ്യൂമൻ ഇല്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഹ്യൂമൻ ആർ ഫാർ ഡിപ്പെൻഡൻ്റ് ഓൺ നേച്ചർ. അല്ലേ, നമ്മൾ നേച്ചറിനെ വല്ലാണ്ട് ആശ്രയിക്കുന്നുണ്ട്. നേച്ചർ നമ്മളെ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നേച്ചറിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഹ്യൂമൻ ബീങ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ നേച്ചർ. ആളുകൾ നേച്ചറിനെയാണ് കംപ്ലീറ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്തത്. പക്ഷേ എന്നാലും പിന്നീട് വരുംതോറും റെയിൻഫാളും സീസൺസിൻ്റെയും ചേഞ്ചസൊക്കെ ആളുകൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ സിവിലൈസേഷൻ ഉണ്ടായി. ഹ്യൂമൻ ടൂൾസും മെഷീൻസും ഒക്കെ കണ്ടുപിടിച്ചു, ടെക്നോളജി വളർന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഹ്യൂമൻ എന്ത് ചെയ്തു? നേച്ചറിലുള്ള ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് പകരം നേച്ചറിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു. ഇത് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇമ്പ്രൂവ് ചെയ്തു. പക്ഷേ ഇത് ഒരേ സമയം അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എൻവയോൺമെൻറ്റൽ ഡാമേജും ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനൊരു മോഡേൺ തിങ്കിങ്, അതായത് ബാലൻസിങ് ഡെവലപ്മെൻറ്റ് വിത്ത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. അപ്പം ഈ ഒരു തിങ്കിങ് ബാലൻസ് ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് പുരോഗമനം വേണം പക്ഷേ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അത് നടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലൂടെയാണ് ഇത് ബാലൻസ്. പിന്നെ ഇതിലാണ് 3 അപ്രോച്ചസ്. ഹ്യൂമൻ എൻവയോൺമെൻറ്റ് റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയുള്ള 3 അപ്രോച്ച്. ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം എക്സാമ്പിൾസിലൂടെ ശ്രദ്ധിക്കാം. ഒന്നാമത് ഡിറ്റർമിനിസം. അതായത് നിങ്ങളൊരു കൃഷിക്കാരനാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് മഴ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, വെള്ളപ്പൊക്കം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നേച്ചറാണ്. അതായത് നിങ്ങൾക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെയാണ് ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. അതായത് നേച്ചർ കൺട്രോൾസ് ഹ്യൂമൻ. പ്രകൃതിയാണ് ഹ്യൂമനെ നിയന്ത്രിക്കുന്നത്, അല്ലാണ്ട് ഹ്യൂമൻ അല്ല പ്രകൃതിയെ നിയന്ത്രിക്കുന്നത്. അതിൽ ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, എർത്ത് മെയ്ഡ് ഹ്യൂമൻ. എർത്താണ് ഹ്യൂമനെ മെയ്ഡ് ചെയ്തത്. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ്, ഈ ഡിറ്റർമിനിസം എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഫ്രെഡറിക് റേച്ചൽ. ഇത് ലേറ്റർ എക്സ്പാൻഡ് ചെയ്ത് ഡിഫൈൻ ചെയ്തത് എൽസ്വർത്ത് ഹണ്ടിങ്ടൺ
അപ്പോൾ നേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത് ഹ്യൂമൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഏതാണ് ഡിറ്റർമിനിസം. ഇനി നെക്സ്റ്റ് പോസിബിലിസം. എന്താണ്? നമുക്ക് മോഡേൺ സൊസൈറ്റീനെ കുറിച്ച് ആലോചിക്കാം. മനുഷ്യർക്ക് ഡാം ബിൽഡ് ചെയ്യാൻ പറ്റും. റോഡ്, മലകൾക്കിടയിലൂടെ റോഡ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം എന്താണ്? ഹ്യൂമൻ ആർ നോ ലോങ്ങർ കൺട്രോൾഡ് ബൈ നേച്ചർ. അതായത് എല്ലാം മൊത്തത്തിൽ കൺട്രോൾ ചെയ്തേക്കുന്നത് എന്താണ്? ഹ്യൂമനെ കൺട്രോൾ ചെയ്തേക്കുന്നത് എന്താണ്? നേച്ചറല്ല. നേച്ചർ കുറച്ച് പോസിബിലിറ്റീസ് കൊടുക്കുന്നുണ്ട് മനുഷ്യർക്ക്, ഡെവലപ്മെൻറ്റും മറ്റ് പ്രോഗ്രഷൻസൊക്കെ നടത്താൻ വേണ്ടി ഇത് കൊടുക്കുന്നുണ്ട്. അതായത് ടെക്നോളജീൻ്റെയും സയൻസിൻ്റെയും യൂസ് ചെയ്ത് ഹ്യൂമൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് വേണ്ട ഇത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനെയാണ് പോസിബിലിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ആളാണ് ലൂസിയൻ ഫെബ്രെ. ഞാൻ ഇതിൽ ടേംസ് കൊടുക്കാം. അപ്പം എന്താണ്? പോസിബിലിസം എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാൻ മോഡിഫൈ നേച്ചർ ബട്ട് കനോട്ട് ഫുള്ളി ഡിഫീറ്റ്. അതായത് നേച്ചറിനെ ഇമ്പ്രൂവ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, പക്ഷെ മൊത്തത്തിൽ എന്താണ്? നേച്ചറിൻ്റെ ഫുൾ കൺട്രോൾ ഏറ്റെടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളതാണ് എൻവയോൺമെൻ്റലിസം, അതായത് എക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയും. അതായത് നേരത്തെ 2 ഐഡിയനെ കുറിച്ച് ആലോചിക്കാം. ഒന്ന് പറയുന്നത് നേച്ചർ കൺട്രോൾസ് ഹ്യൂമൻ, മറ്റേത് പറയുന്നത് ഹ്യൂമൻ കൺട്രോൾ നേച്ചർ. ഇതിലേതാണ് കറക്റ്റ്? ആക്ച്വലി രണ്ടുമല്ല. ദ മോഡേൺ ഐഡിയ ഈസ് ഹ്യൂമൻ ആൻഡ് നേച്ചർ ഷുഡ് കോപ്പറേറ്റ്, ബോത്ത് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. ഈ ഒരു അപ്രോച്ചിനെയാണ് എൻവയോൺമെൻ്റലിസം അല്ലെങ്കിൽ എക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമനും നേച്ചറും എന്താണ്, ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുള്ള ഇതാവരുത്, രണ്ടും കോപ്പറേറ്റ് ചെയ്ത് രണ്ടും ഡിപ്പെൻഡ് ആവണം. അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? നാച്ചുറൽ റിസോഴ്സസിൻ്റെ എന്താണ് ഈ വൈസ് യൂസ്, അതുപോലെ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്, എക്കോളജിക്കൽ ബാലൻസ് കീപ്പ് ചെയ്യുക, കൺസർവേഷൻ, ഇതൊക്കെയാണ് ഇതിലൂടെ മെയിനായിട്ട് പറയുന്നത്. അപ്പം ഡിറ്റർമിനിസം എന്ന് പറയുന്നത് നേച്ചർ കൺട്രോൾസ് ഹ്യൂമൻ, നേച്ചറാണ് ഡോമിനൻറ്റ്. അതിൽ റേച്ചൽ എന്ന് പറയുന്ന ആളാണ് ഇമ്പോർട്ടൻറ്റ്. പോസിബിലിസം എന്ന് പറയുന്നത് ഹ്യൂമൻ മോഡിഫൈ നേച്ചർ, ഹ്യൂമൻസ് ആർ ആക്റ്റീവ്. ലൂസിയൻ ഫെബ്രയാണ് അതിലെ മെയിൻ ആൾ. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എല്ലാ ഇയറും എന്താണ് റിപ്പീറ്റഡായിട്ട് ചോദിക്കും. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആ കൺസെപ്റ്റിൽ നിന്ന് വരാറുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യം? ആലോചിക്കാം. ഫാക്ടറീസ് നമുക്ക് വേണ്ട ഗുഡ്സ് ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് വേണ്ട സാധനങ്ങൾ ഫാക്ടറീസിലൂടെ ഉണ്ടാക്കുന്നു എന്ന് അത് മാത്രമാണോ ഉണ്ടാക്കുന്നത്? അല്ല, അത് പൊല്യൂഷനും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഫോറസ്റ്റുകൾ മരങ്ങൾ വെട്ടിമുറിക്കുന്നുണ്ട്, റോഡ്സിനും മറ്റുമായിട്ട് ഫോറസ്റ്റ് വെട്ടി നികത്തുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഫോറസ്റ്റ് ഇല്ലാണ്ടാവുന്നു, എന്നാൽ അതേസമയം റോഡുകൾ ഉണ്ടാവുന്നു. അതുപോലെ ഇൻഡസ്ട്രീസ് പല ആളുകൾക്ക് ജോലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ റിവറിനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? നമുക്ക് ഡെവലപ്മെൻറ്റ്, പുരോഗമനം ആവശ്യമാണ്, അതേപോലെ എന്തും ആവശ്യമാണ്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനും ആവശ്യമാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് എങ്ങനെ നടത്താം? അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ടാണ് ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട്. 1987 വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് പബ്ലിഷ്ഡ് എ റിപ്പോർട്ട് കോൾഡ് അവർ കോമൺ ഫ്യൂച്ചർ, കെയർഡ് ബൈ ഗ്രോ ഹാർലിം ബ്രണ്ട്ലാൻഡ്. അപ്പോൾ 1987 WCED എന്ന ടീം ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്താണ്? അവർ കോമൺ ഫ്യൂച്ചർ. ഇതിൽ മെയിൻ ആളായിരുന്നു ഗ്രോ ഹാർലം ബ്രണ്ട്ലാൻഡ്. ഇതിൽ മെയിനായിട്ട് ഡിഫൈൻ ചെയ്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ഒരു മെയിൻ ഡെഫിനിഷനാണ്. അതായത് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? പ്രസൻറ്റിലെ ഇപ്പോഴത്തെ നമുക്ക് നിലവിലെ ആവശ്യങ്ങൾക്ക് നടക്കുകയും ചെയ്യണം. അതുപോലെ എന്താണ്? വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ തന്നെ. അതായത് ഇനി വരുന്ന തലമുറയ്ക്ക് ആവശ്യമായത് അത് കോംപ്രമൈസ് ചെയ്യാതെ നമ്മളെ ഇപ്പോഴത്തെ നിലവിലുള്ള നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ ഫ്യൂച്ചർ നീഡ്സ് ജനറേഷനുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പോൾ നമ്മളാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ മാക്സിമം എല്ലാം ഉപയോഗിച്ച് തീർത്ത് വരും തലമുറയ്ക്ക് ഒന്നുമില്ലാതെ ആക്കുക എന്നല്ല എന്നുള്ളത്. അപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയാം, ഇത് മനസ്സിലാവാത്തവർക്ക്. നമ്മുടെ കയ്യിലിപ്പോൾ നമ്മൾ പേരൻസിൻ്റെ കയ്യിലിപ്പോൾ ഒരു 10,000 രൂപയുണ്ടെന്ന് വിചാരിക്കാം. അവരെ എല്ലാ ദിവസവും അവരത് സ്പെൻഡ് ചെയ്തു, ഒന്നും ബാക്കി വെക്കാതെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ എന്താണ് നാളത്തേക്കും അവരുടെ കയ്യിലുണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഹ്യൂമൻ ഫോറസ്റ്റും വെള്ളവും മിനറൽസും എല്ലാം ഉപയോഗിച്ച് ഫ്യൂച്ചർ ജനറേഷൻ ഒന്നുമില്ല. അപ്പോൾ എന്താ? അവർക്കൊന്നും യൂസ് ചെയ്യാനില്ല.
അപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിസോഴ്സസ് വൈസായിട്ട് യൂസ് ചെയ്യുക, അതായത് നമുക്കും ഇനിയുള്ള തലമുറയ്ക്ക് ആവശ്യമുണ്ട് എന്ന് കരുതി യൂസ് ചെയ്യുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇനി സസ്റ്റൈനബിലിറ്റി, നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും സസ്റ്റൈനബിലിറ്റിയും തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. രണ്ടും സെയിം ആണെന്ന് വിചാരിക്കും, പക്ഷേ രണ്ടും സെയിം അല്ല. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റി ടു കണ്ടിന്യൂ ഓർ എൻഡ്യൂർ വിത്തൗട്ട് എക്സോസ്റ്റിംഗ് ദ റിസോഴ്സ് ബേഴ്സ്. അതായത് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റിയാണ്. എന്തിനുള്ളത്? റിസോഴ്സിനെ എക്സോസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ ഇതാക്കാതെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കഴിവിനെയാണ് സസ്റ്റൈനബിലിറ്റി. അതായത് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നതാണ് നമ്മളെ ഗോള്. അതായത് അധികം റിസോഴ്സസിനെ അനാവശ്യമായി ഉപയോഗിക്കാതെ ആവശ്യത്തിന് അനുസരിച്ച് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ കപ്പാസിറ്റി. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിനാണെന്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് 3 പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ശരിക്കും നടക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ കൃത്യമായ ബാലൻസ്ഡ് ആയാലാണ് നടക്കുക. ഒന്നാമത്തത് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, 2 എക്കണോമിക് ഡെവലപ്മെൻറ്റ്, 3 സോഷ്യൽ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് SDGs, അതായത് ഇതൊരു മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. 2015 യുണൈറ്റഡ് നേഷൻസ് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് 2016 മുതൽ 2030 വരെ വർഷകാലയളവിൽ നേടിയെടുക്കാൻ വേണ്ടി 17 ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഗോൾസാണ് നോ പോവേർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ക്ലൈമറ്റ് ആക്ഷൻ, ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് ഓൺ ലാൻഡ്, പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എൻവയോൺമെൻറ്റ് സ്റ്റഡീസ്. പൊതുവെ എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ കുട്ടികളെല്ലാം വിചാരിക്കുക ബയോളജി ആണെന്ന്. പക്ഷേ ബയോളജി മാത്രമാണോ? അല്ല, ഇത് പല സബ്ജക്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എൻവയോൺമെൻറ്റ് സ്റ്റഡീസിൽ. ഏതൊക്കെയാണ്? ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ജോഗ്രഫി, എക്കണോമിക്സ്, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ലോ, അഗ്രികൾച്ചർ. ഇനി എന്തിനാണ് നമ്മൾ എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് പഠിക്കുന്നത്? ഇത് പഠിക്കുന്നതിലൂടെ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്നറിയോ? പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ഡിഫോറസ്റ്റേഷൻ, ബയോഡൈവേഴ്സിറ്റി ലോസ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അതുപോലെ ഇത് നമ്മളൊരു നമ്മളെ ജീവിതത്തിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ്, അതായത് ഭാവി തലമുറയ്ക്കോ അല്ലെങ്കിൽ സൊസൈറ്റിക്കും അവരുടെ ഫ്യൂച്ചറിനും വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിൾ ഡിസിഷൻസ് എടുക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളത് എൻവയോൺമെൻറ്റ് ഡിറ്റർമിനിസം, പോസിബിലിസം, എൻവയോൺമെൻറ്റലിസം, ബ്രെഡ് ലാൻഡ് റിപ്പോർട്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഫോർമൽ റിപ്പോർട്ട്. അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിലിറ്റി, അതായത് റിസോഴ്സസ് നശിപ്പിക്കാതെ ഉപയോഗിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി, അതാണ് സസ്റ്റൈനബിലിറ്റി. പിന്നെ 3 പില്ലേഴ്സ്, പിന്നെ മെയിൻ ഗോൾസ്, അതായത് 17 ഗോൾസ്. ഇത് ഏത് പീരീഡിലൂടെ അച്ചീവ് ചെയ്യുമെന്നാണ്? 2016 മുതൽ 2030 വരെ. ഇത് എന്നാണ് അഡോപ്റ്റ് ചെയ്തത്? യുണൈറ്റഡ് നേഷൻ ഇൻ 2015. അപ്പോൾ എക്സാമിന് കൂടുതലായിട്ടും അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, അവർ കോമൺ ഫ്യൂച്ചർ റിപ്പോർട്ട്, അത് ചോദിക്കാറുണ്ട്. അതുപോലെ ഡിറ്റർമിനിസം, പോസിബിലിസം, എൻവയോൺമെൻറ്റലിസം, അതും ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്കോസിസ്റ്റത്തെക്കുറിച്ചാണ്. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരു ഫോറസ്റ്റ് ആലോചിക്കുക. അവിടെ എന്തൊക്കെ കാണുന്നുണ്ട്? ട്രീ, ആനിമൽ, ബേർഡ്സ്, ഇൻസെക്റ്റ്, സോയില്, വാട്ടർ. ഇനി ഇതൊക്കെ ആലോചിക്കാം. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണോ നിലനിൽക്കുന്നത്? അല്ല അല്ലേ. അതായത് ട്രീക്ക് സൺലൈറ്റ് ആവശ്യമുണ്ട്. ഡിയർ പ്ലാന്റ്സിനെ കഴിക്കുന്നുണ്ട്. ഈ ടൈഗർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിയറിനെ കഴിക്കുന്നുണ്ട്. ടൈഗർ ചത്ത് കഴിയുമ്പോൾ ബാക്ടീരിയയും ഫംഗിയും അതിൻ്റെ ബോഡി ഡീകമ്പോസ് ചെയ്ത് ന്യൂട്രിയൻസ് എഗെയിൻ മണ്ണിലേക്ക് അലിയിക്കുന്നുണ്ട്. ആ പ്ലാന്റ്സ് അത് അബ്സോർവ് ചെയ്ത് വീണ്ടും വളരുന്നു. ഡിയർ എന്ത് ചെയ്യും? മറ്റ് മൃഗങ്ങൾ പ്ലാന്റ്സ് കഴിക്കും, അതിനെ മൃഗങ്ങൾ കഴിക്കുന്നു. അങ്ങനെ ഇത് എവറിത്തിങ് കണക്റ്റഡ് ആണ്. ഇങ്ങനൊരു ഇൻട്രാക്ടിങ് സിസ്റ്റത്തെയാണ് എന്താ പറയുക? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. Ecosystem is a functional unit in which living organisms interact with one another and with the non-living environment. ഇനി എന്തൊക്കെയാണ് എക്കോസിസ്റ്റത്തിലെ കമ്പോണൻസ്? നേരത്തെ പറഞ്ഞ പോലെ അബയോട്ടിക്,
ബയോട്ടിക്. പിന്നെ ആരുണ്ട്? പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് ആരാണ്? പ്ലാന്റ്സിനെ ആലോചിക്കാം. അവർ ഫുഡ് വാങ്ങുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആനിമൽസിനെ ഹണ്ട് ചെയ്യുകയാണോ? അല്ല, അവർ ദെയർ ഓൺ ഫുഡ് പ്രിപ്പയർ ചെയ്യുക. ഈ പ്രോസസ്സിനെ പറയുന്ന പേരെന്താ? ഫോട്ടോസിന്തസിസ്. അപ്പം നമുക്ക് പറയാം പ്ലാന്റ്സ് എന്താണ്? പ്രൊഡ്യൂസേഴ്സാണ്, അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് ആണ്. അതായത് ഫുഡ് എന്താണ് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ്. ഇതിന് എക്സാമ്പിളാണ് എന്ത്? ഗ്രീൻ പ്ലാന്റ്സ്, ഫൈറ്റോ പ്ലാങ്ക്ടൺ. അത് എക്സാമ്പിളാണ്. അത് എക്സാമിന് എപ്പോഴും ഓപ്ഷനിൽ കൊടുക്കും. പക്ഷെ നമുക്കത് കേട്ട് പരിചയമില്ലാത്ത പേരായതുകൊണ്ട് നമ്മൾ വിചാരിക്കും അതായിരിക്കും ആൻസർ എന്നുള്ളത്. പക്ഷേ അതൊരു പ്രൊഡ്യൂസറാണ്. എന്തൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സിന് എക്സാമ്പിൾ? ഗ്രാസ്, ആൽഗെ, ഫൈറ്റോ പ്ലാങ്ക്ടൺ, ഗ്രീൻ പ്ലാന്റ്സ്. ഇതൊക്കെയാണ് എക്സാമ്പിൾ. ഇനി അടുത്തത് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സ്. കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് മെയിനായിട്ട് ഉണ്ടാക്കുന്നില്ല, അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക ചെയ്യുന്നത്. അതായത് നമുക്ക് പ്രൈമറി കൺസ്യൂമേഴ്സ് ആരാന്ന് നോക്കാം. അത് പ്ലാന്റ്സിനെ എന്താണ്? പ്ലാന്റ്സിനെ ഈറ്റ് ചെയ്യും. അതായത് ഗോട്ട്, റാബിറ്റ്, ഡിയർ, കവ്, ഇതൊക്കെ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്ലാന്റ്സിനെയാണ്. ഇവരെ നമുക്ക് ഹെർബിവോറസ് എന്ന് പറയാം. ഇതൊക്കെ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതാണെന്നറിയാം, എന്നാലും ഒന്നുകൂടെ പറയാണ്. നെക്സ്റ്റ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഇത് ആരെയാണ്? ഹെർബിവോറസിനെ ഈറ്റ് ചെയ്യും. അതാരൊക്കെയാണ്? സ്നേക്ക്, ഫ്രോഗ്, ഫോക്സ് എന്നുള്ളത്. നെക്സ്റ്റ് സെക്കൻഡറി ടെർഷറി കൺസ്യൂമേഴ്സ്. ടെർഷറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്നവരാണ്. അതായത് ടൈഗർ, ലയണ്, ഈഗിള്, ലെപ്പാഡ്, ഇതൊക്കെ എന്താണ്? ടെർഷറി കൺസ്യൂമേഴ്സാണ്. ഇവരാണ് മെയിനായിട്ട് ടോപ്പ് കാർണിവോറസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രൈമറി കൺസ്യൂമേഴ്സ് ആരൊക്കെയാണ്? പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഗോട്ട്, കവ്, ഡിയർ, ഇവരെയൊക്കെ നമ്മൾ വിളിക്കുന്നത് ഹെർബിവോറസ് എന്നാണ്. സെക്കൻഡറി കൺസ്യൂമേഴ്സിൽ വരുന്നത് ദേ ഈറ്റ് ഹെർബിവോറസ്. അതായത് ഈ ഗോട്ടിനെ, റാബിറ്റിനെയും ഡിയറിനെയും ഗ്രാസ്കോപ്പേഴ്സിനെയും, അതായത് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തവരെ കഴിക്കുന്നവരാണ് ഹെർബിവോറസ്. സ്നേക്ക്, ഫ്രോഗ് എന്നുള്ളത്. നെക്സ്റ്റ് ടെർഷറി കൺസ്യൂമേഴ്സ്. അതായത് ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്നതാണ് അതായത് ടൈഗർ, ലയണ്, ഈഗിള്, ലെപ്പാഡ് എന്നുള്ളത്. അതായത് പ്ലാന്റ്സിനെ കഴിക്കുന്നത് ഹെർബിവോറസിനെ കഴിക്കുന്നവർ സ്മോൾ കാർണിവോർസ്, അതായത് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഇനി സ്മോൾ കാർണിവോഴ്സിനെ കഴിക്കുന്നത് ടോപ്പ് കാർണിവോഴ്സ്. നെക്സ്റ്റ് ഡീകമ്പോസസ്. ഡീകമ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് ഒരു മരം വീണു, കുറേ കാലത്തിന് ശേഷം അതാരെങ്കിലും റിമൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് അവിടെ തന്നെ കിടന്ന് ഫംഗിയും ബാക്ടീരിയയും ഒക്കെ ബ്രേക്ക് ചെയ്ത് അതിനെ ചെറിയ സബ്സ്റ്റൻസ് ആയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. എന്താ, അവരില്ലെങ്കിൽ നമ്മളെ ഡെഡ് ബോഡീസൊക്കെ എന്താണ് അക്യുമുലേറ്റ് ചെയ്യും. എന്താണ്, എർത്ത് മൊത്തം എന്തായിരിക്കും? മണ്ണിൽ മൊത്തം എന്തായിരിക്കും? ഡെഡ് ബോഡീസ് ആയിരിക്കും. ഇവരുള്ളത് കൊണ്ടാണ് എന്ത്, അതിനെ ഡീകമ്പോസ് ചെയ്ത് ന്യൂട്രിയൻസ് മണ്ണിലേക്ക് തിരിച്ച് വിടുന്നത്. ആരൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ? ബാക്ടീരിയയും ഫംഗിയും. ഡീകമ്പോസേഴ്സിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണ്? റെഡ്യൂസേഴ്സ് എന്നുള്ളൊരു പേരും കൂടി ഉണ്ട്. അപ്പം നമ്മളെ എക്കോസിസ്റ്റത്തിൽ ഡീകമ്പോസിഷൻ നടത്തുന്നത് ആരാണ്? ഓട്ടോട്രോപ്സ് ആണോ? അല്ല. പ്രൊഡ്യൂസേഴ്സ് ആണോ? അല്ല. പിന്നെ ഹെറ്ററോട്രോപ്സ് ആണോ? അല്ല. ആരാ നടത്തുന്നത്? ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ റെഡ്യൂസേഴ്സ്. ഇനി എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? എല്ലാ എക്കോസിസ്റ്റവും മേജറായിട്ട് 4 ഫങ്ഷൻസ് നടത്തുന്നുണ്ട്. ഒന്ന് പ്രൊഡക്ടിവിറ്റി, അതായത് പ്രൊഡക്ഷൻ ഓഫ് ഫുഡ്. 2 എനർജി ഫ്ലോ. എനർജി എന്താണ്? സണ്ണിൽ നിന്ന് പ്ലാന്റ്സിലേക്കും പ്ലാന്റ്സിൽ നിന്ന് ആനിമൽസും പ്രഡേറ്റേഴ്സിലേക്കും. എനർജി എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഒരേ ഡയറക്ഷനിലാണ്, 1 ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. അത് തിരിച്ചു പോകാറില്ല. അതായത് വരുന്നത് ഒരു ഇതിൽ നിന്നാണ്, സൂര്യനിൽ നിന്ന് പ്ലാന്റ്സിലേക്ക്, പ്ലാന്റ്സിൽ നിന്ന് ആനിമൽസിലേക്ക്, ആനിമൽസിൽ നിന്ന് പ്രഡേറ്റേഴ്സിലേക്ക്. അത് തിരിച്ചു പോകുന്നില്ല. അതായത് പ്രഡേറ്റേഴ്സിൽ നിന്ന് ആനിമൽസിലേക്ക് അങ്ങനെ പോകുന്നില്ല. അതൊരു 1 ഡയറക്ഷനിലാണ് പോകുന്നത്. നെക്സ്റ്റ് ന്യൂട്രിയൻ സൈക്ലിംഗ്. അതായത് ന്യൂട്രിയൻസ് കണ്ടിന്യൂലി മൂവ് ചെയ്യുന്നുണ്ട് ഒരു സൈക്കിൾ പോലെ. എങ്ങനെ? സോയിലിൽ നിന്ന് പ്ലാന്റ്സിൽ നിന്ന് ആനിമൽസിൽ നിന്ന് മൈക്രോ ഓർഗാനിസം, അത് വീണ്ടും സോയിലിലേക്ക്. ഇങ്ങനെയുള്ള ഒരു ഇതിനെയാണെന്ന് പറയുന്നത് ബയോ കെമിക്കൽ സൈക്കിൾ. അതും ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് ഇതാണ് ഡീകമ്പോസിഷൻ. ഡെഡ് ഓർഗാനിസംസ് ന്യൂട്രിയൻസായി മാറി എന്ത് ചെയ്യും? അത്
പ്ലാൻ ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യും. അതായത് നേച്ചർ ഒന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാലോ. അത് മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസ് പ്ലാന്റ്സ് വലിച്ചെടുത്ത് ഫുഡ് ഉണ്ടാക്കുന്നു. ആ പ്ലാന്റ്സിനെ ആനിമൽസ് കഴിക്കുന്നു. ആ ആനിമൽസിനെ വേറെ ജീവികൾ കഴിക്കുന്നു. ആ ജീവികൾ മരിച്ചു കഴിയുമ്പോൾ മണ്ണിലലിഞ്ഞ് മണ്ണിനോട് ചേർന്ന് വീണ്ടും ന്യൂട്രിയൻസ് മണ്ണിൽ ലയിച്ച് ആ ലയിച്ച ന്യൂട്രിയൻസ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു. അപ്പം അതായത് നേച്ചർ ഒന്നും വേസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. നെക്സ്റ്റ് ഫുഡ് ചെയിൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ആരാരെ കഴിക്കുന്നു എന്നുള്ളതാണ് ഫുഡ് ചെയിൻ. അതായത് ഗ്രാസ് കോപ്പർ കഴിക്കുന്നു. ഗ്രാസ് കോപ്പറിനെ ആര് കഴിക്കുന്നു? ഫ്രോഗിനെ സ്നേക്കിനെ ഈഗിൾ. അപ്പം അല്ലെങ്കിൽ അനദർ എക്സാമ്പിൾ, പുല്ല് തിന്നുന്ന മാനിനെ ആര് കഴിക്കുന്നു? ടൈഗർ. അപ്പോൾ ഇതാണ് ഫുഡ് ചെയിൻ. ഇനി 2 ടൈപ്പ് ഫുഡ് ചെയിൻ ഉണ്ട്. ഗ്രേസിങ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഫുഡ് ചെയിൻ. അതായത് ഗ്രീൻ പ്ലാന്റ്സ് നിന്ന് തുടങ്ങുന്നു. അതായത് പ്ലാന്റ്സ് നിന്ന് തുടങ്ങുന്നു അങ്ങനെ പോകുന്നത്. നെക്സ്റ്റ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ചത്ത് വീണ അതിൽ നിന്നുള്ള ഓർഗാനിക് മാറ്റേഴ്സ്, അതായത് മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് തുടങ്ങുന്നു. നെക്സ്റ്റ് ഫുഡ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആലോചിക്കാം, ടൈഗറിന് ഡിയറിനെ മാത്രമാണോ കഴിക്കാൻ പറ്റുക? അല്ല, നമുക്ക് അതിന് റാബിറ്റിനെ കഴിക്കാൻ പറ്റും, ബഫലോനെ കഴിക്കാൻ പറ്റും. അങ്ങനെ ഡിയറിന് പല ടൈപ്പിലുള്ള പ്ലാന്റ്സ് കഴിക്കാൻ പറ്റും. ഇപ്പം നേച്ചർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫുഡ് ചെയിൻ അല്ല, പല ഫുഡ് ചെയിൻ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നെറ്റ്വർക്കിനാണ് എന്ത് പറയാം? ഫുഡ് വെബ് എന്ന് പറയാം. ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഇതാണ്. അതായത് പുല്ല് കഴിക്കുന്ന ഒരു ജീവനെ ടൈഗർ കഴിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒറ്റ ഇതിൽ പോകുന്നതാണ്. എന്നാൽ ഫുഡ് വെബ് എന്ന് പറയുന്നത് ടൈഗർക്ക് എന്തൊക്കെ കഴിക്കാം? പല ഇത് കഴിക്കാം അല്ലേ? അതായത് റാബിറ്റിനെ കഴിക്കാം, ഡിയറിനെ കഴിക്കാം, പോത്തിനെ കഴിക്കാം, എന്തിനേയും കഴിക്കാം. അതുപോലെ ഡിയറിന് ഒരു പ്ലാന്റ് മാത്രമാണോ? അല്ല, പല പ്ലാന്റ്സിനെ കഴിക്കാൻ പറ്റും. ഇങ്ങനെ പല ഫുഡ് ചെയിൻസ് കണക്ട് ചെയ്ത് ഒരു നെറ്റ്വർക്കിനാണ് എന്ത് പറയുക? ഫുഡ് വെബ്. ഇനി നെക്സ്റ്റ് ട്രോപ്പിക് ലെവൽസ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ഫീഡിങ് ലെവൽ. ഒന്നാമത്തെ ലെവൽ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും, സെക്കൻഡ് പ്രൈമറി കൺസ്യൂമേഴ്സ്, തേർഡ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ഫോർത്ത് ടെർഷ്യറി കൺസ്യൂമേഴ്സ്. നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ആദ്യം പ്രൊഡ്യൂസേഴ്സ്. ആരാണ് പ്രൊഡ്യൂസേഴ്സ്? പ്ലാന്റ്സ്. പിന്നെ അതിനെ കഴിക്കുന്നത് പ്രൈമറി കൺസ്യൂമേഴ്സ്, കൗവ്. പിന്നെ അതിനെ കഴിക്കുന്ന സെക്കൻഡറി കൺസ്യൂമേഴ്സ്, സ്നേക്ക്. ഇനി അതിനെയും കഴിക്കുന്ന ടെർഷ്യറി കൺസ്യൂമേഴ്സ്, ഈഗിൾ. അപ്പം എക്കോളജിക്കൽ പിരമിഡ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അതായത് ഈ ട്രോപ്പിക് ലെവലുകളെ ഒരു പിരമിഡ് പോലെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെന്ത് പറയാം? എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയാം. അപ്പം പിരമിഡിൻ്റെ എണ്ണം പിരമിഡിലെ നമ്പേഴ്സിൻ്റെ അനുസരിച്ച് അതെന്താ കാണിക്കുന്നത്? ഓർഗാനിസത്തിൻ്റെ എണ്ണമാണ്. പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലിവിങ് മാസാണ്. പിരമിഡ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് എനർജി. അപ്പോൾ പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. ഇതിപ്പോഴും ക്വസ്റ്റ്യനിൽ വരും. അതായത് പിരമിഡ് ഓഫ് എനർജി എങ്ങനെയായിരിക്കും? ഓൾവേസ് അപ്രൈറ്റ് ആയിരിക്കും, ഡൗൺ അല്ല, അപ്രൈറ്റ് ആയിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൈ ഡസ് എനർജി ഡിക്രീസ്. പ്ലാന്റിനിപ്പോൾ 1000 യൂണിറ്റ് പവർ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ 10% ഹെർബിവോറസിനും അതുപോലെ 10% കാർണിവോറസിനും കൊടുത്തു മൂവ് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും. ഇതിനാണ് എന്ത് പറയുന്നത്? 10% ലോ എന്ന് പറയുന്നത്. 10% ലോ. ഈ ലോ ഉണ്ടാക്കിയ ആളാരാണ്? റേമണ്ട് ലിൻഡ്മാൻ. അതായത് 10% ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഹെർബിവോറസിനും കാർണിവോറസിനും വേണ്ടിയിട്ട് പ്ലാന്റ്സ്. ഇനി ആണ് എക്കോളജിക്കൽ സക്സഷൻ. അതായത് ഇപ്പോൾ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായിന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ അതിലൂടെ എല്ലാം നശിച്ചു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പ്ലാന്റ്സ് വീണ്ടും അവിടെ വളരാൻ തുടങ്ങുന്നുണ്ട്, ഗ്രാസ് തുടങ്ങുന്നുണ്ട്, മരങ്ങൾ വളരാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഫോറസ്റ്റ് ഡെവലപ്പ് ആവുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ഗ്രാജുവൽ പ്രോസസ്സിനെയാണ് എന്ത് പറയുക? എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയാം. അതായത് നേച്ചർ റീബിൽഡ്സ് ഇറ്റ്സെൽഫ്. അതായത് എല്ലാം നശിച്ചതായാലും നേച്ചർ പിന്നെയും എവിടെയെങ്കിലും ഇത് വീണ്ടും തുടങ്ങാൻ വേണ്ടി
തന്നെ ശ്രമിക്കുന്നുണ്ട്. ഇതിന് ഈ ഒരു പ്രോസസ്സിനാണ് എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. ഇത് പല ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് പ്രൈമറി സക്സഷൻ. അതായത് സ്റ്റാർട്ട്സ് ഓൺ ബെയർ റോക്ക്, നോ സോയിൽ, മണ്ണൊന്നും ഇല്ലാത്തടത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈമറി സക്സഷൻ. ഇത് വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സായിരിക്കും. നെക്സ്റ്റ് സെക്കൻഡറി സക്സഷൻ. ഇത് സോയിൽ ഓൾറെഡി ഉള്ളിടത്തായിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പം കാട്ടിലൊക്കെ പെട്ടെന്ന് തീ പിടിച്ച് കുറച്ച് കാലത്തിന് ശേഷം തന്നെ വേഗം തുടങ്ങും, വളർച്ച തുടങ്ങും. കാരണം അവിടെ മണ്ണ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫാസ്റ്റായിരിക്കും. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടൈമാണ് ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ബോഡീനെ കുറിച്ച് ആലോചിക്കുക. പുറത്തുള്ള ടെമ്പറേച്ചർ ചേഞ്ച് ആയാലും നമ്മളെ ബോഡി 37 ഡിഗ്രി സെൽഷ്യസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യും. അതുപോലെ എക്കോസിസ്റ്റംസും അവർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനൊരു ബാലൻസ് മെയിൻറ്റെയിനിങ് അബിലിറ്റീനെയാണ് പറയുന്നത് ഹോമിയോസ്റ്റാസിസ്. അതായത് ബാക്കി കമ്പോണൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടെങ്കിലും എക്കോസിസ്റ്റംസ് അവരുടെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് എന്താ പറയുക ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്പീഷ്യസ് ഇൻട്രാക്ഷൻസ് ആണ്. നേച്ചറിൽ കുറേ ടൈപ്പ് റിലേഷൻഷിപ്സ് ഉണ്ട്. 4 ടൈപ്സാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. മ്യൂച്വലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാൾക്കും ഗുണമുള്ള കാര്യം. അതായത് ഇപ്പം ബീക്കും തേനീച്ചയും പൂവും. തേനീച്ചയ്ക്ക് എന്ത് കിട്ടുന്നുണ്ട്? പൂവിൽ നിന്ന് തേൻ കിട്ടുന്നുണ്ട്. അതുപോലെ പൂവിന് പോളിനേഷൻ നടക്കുന്നുണ്ട്. അതായത് 2 പേർക്കും ഒരേപോലെ ഗുണം. നെക്സ്റ്റ് കമൻസാലിസം എന്ന് പറയുന്നത് വൺ ബെനിഫിറ്റ്. അതായത് ഒരാൾക്ക് മാത്രം ഗുണം, മറ്റേ ആൾക്ക് ഇത് ഒരു ഇതുമില്ലാണ്ട് നിലനിൽക്കുന്നത്. അതായത് ഇപ്പോൾ ബേർഡ് ഒരു മരത്തിൽ കൂട് കൂട്ടുന്നത്, അതിലിപ്പോൾ ഗുണം ആർക്കാണ്? ബേർഡിനാണ്. നല്ലൊരു സ്ഥലം കിട്ടി കൂട് കൂട്ടാം. ട്രീക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. നെക്സ്റ്റ് പാരസൈറ്റിസം. അതായത് ഒന്നിന് ഗുണവും പക്ഷെ മറ്റൊന്നിന് അതൊരു ദോഷവും ആവുകയാണ്. കമൻസാലിസത്തിന് ഒന്നിന് ഗുണമാണ്, മറ്റേതിനെ അത് ബാധിക്കുന്നില്ല. അതായത് ഇത് കൂട് കൂട്ടുന്നത് കൊണ്ട് മരത്തിന് ഒരു പ്രശ്നവുമില്ല. എന്നാൽ പാരസൈറ്റിസത്തിൽ ഒന്നിന് ഗുണവും മറ്റൊന്നിന് ദോഷവുമാണ്. ഇപ്പം നമുക്ക് എക്സാമ്പിൾ കൊതുക്. ഇപ്പം നമുക്ക് കൊതുക് നമ്മളൊക്കെ എടുക്കുക. കൊതുക് നമ്മുടെ ചോര വിറ്റ് കുടിക്കുന്നുണ്ട്, അതിന് നല്ലതാണ്, പക്ഷെ നമുക്കോ ദോഷമാണ്. അതുപോലെ തലയിൽ പെയിന്, ഇതൊക്കെ ഇതിനുള്ള എക്സാമ്പിളാണ്. നെക്സ്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ബോത്ത് സ്ട്രഗിൾ ഫോർ ഫുഡ്, സ്പേസ്, വാട്ടർ, ലൈറ്റ്. ആർക്കും തോക്കണ്ട. രണ്ടാൾക്കും ഫുഡിനും സ്പേസിനും വാട്ടറിനും ലൈറ്റിനും വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത്. ഇനി എക്കോസിസ്റ്റം സർവീസ് എന്തൊക്കെയാണ്? നേച്ചർ എന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ക്ലീൻ എയർ, ഫ്രഷ് വാട്ടർ, ഫുഡ്, മെഡിസിൻ, പോളിനേഷൻ, ക്ലൈമറ്റ് റെഗുലേഷൻ, സോയിൽ ഫെർട്ടിലിറ്റി. അപ്പോൾ ഈ ബെനിഫിറ്റ്സിനൊക്കെ പറയുന്നത് എന്താണ്? എക്കോസിസ്റ്റം സർവീസസ്. അതായത് എക്കോസിസ്റ്റംസ് ഇല്ലാതെ നമുക്ക് ഹ്യൂമൻ സിവിലൈസേഷൻ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സിൻ്റെ ഇൻട്രാക്ഷനാണ്. അപ്പം എബയോട്ടിക് ബയോട്ടിക് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, അങ്ങനെയുള്ളതെല്ലാം പഠിക്കുക. അതുപോലെ പെർമനൻ്റ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ് ആയിരിക്കും. അപ്പം അതും നോക്കാം. ഇനി നമുക്ക് ആ യൂണിറ്റിലുള്ള ലാസ്റ്റ് മേജർ ഇക്കോസിസ്റ്റംസ് എന്തൊക്കെയാണ്? എർത്തിനൊരു പ്രത്യേകമായിട്ട് ഒരു ടൈപ്പുള്ള എക്കോസിസ്റ്റം അല്ല, പല റീജിയൻസിനും പലതാണ്. കാരണം പല റീജിയൻസിനും പല ക്ലൈമറ്റ്, റെയിൻഫാൾ, ടെമ്പറേച്ചർ, സോയില്, പ്ലാന്റ്സ്, ആനിമൽസ്, അങ്ങനെ പലതാണുള്ളത്. അപ്പോൾ പല എക്കോസിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യും. ഇതിലിപ്പോൾ മെയിനായിട്ടുള്ളത് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, പിന്നെ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, ഡിസേർട്ട് എക്കോസിസ്റ്റം, ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം, മെറൈൻ എക്കോസിസ്റ്റം, എസ്റ്റുറി ആൻഡ് വെറ്റ്ലാൻഡ്സ്. നമുക്ക് ആദ്യം ഫോറസ്റ്റ് എക്കോസിസ്റ്റം നോക്കാം. ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം മോസ്റ്റ് പ്രൊഡക്റ്റീവായ എക്കോസിസ്റ്റമാണ്. കാരണം അവിടെ എല്ലാം ജീവനോടെ ഉണ്ട്. അത് എർത്തിനെ പലതരം വെറൈറ്റി ഓഫ് ലൈഫ്സ് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫോറസ്റ്റ് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? പ്രൊഡ്യൂസ് ഓക്സിജൻ, അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ്, പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ, കൺട്രോൾ ഫ്ലഡ്സ്, മെയിൻറ്റെയിൻ റെയിൻഫാൾ, പ്രൊട്ടക്റ്റ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാം. ഫോറസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്ത് റിലീസ് ചെയ്യുന്നത്? ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. എന്തൊക്കെ ടൈപ്പ് ഫോറസ്റ്റ് ഉണ്ട്?
ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഹെവി റെയിൻഫാളുള്ള ഏരിയസിലാണ് കാണാൻ പറ്റുക. പിന്നുള്ളത് ഇതിൽ ഈ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ പ്ലാന്റ് സ്പീഷീസിൻ്റെ പകുതിയിലധികവും നമുക്ക് ഇങ്ങനെയുള്ള ഫോറസ്റ്റിൽ കാണാൻ പറ്റും. പിന്നെ ട്രോപ്പിക്കൽ ഡിസീഡസ് ഫോറസ്റ്റ് ഇതിൽ ട്രീസ് ഡ്രൈ സീസണിൽ എന്ത് ചെയ്യും, ഇലകൾ പൊഴിക്കും. അപ്പോൾ ഈ സീസൺസിനെ മൺസൂൺ ഫോറസ്റ്റ് എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് കോണിഫറസ് ഫോറസ്റ്റ്, പ്രധാനമായിട്ട് തണുപ്പുള്ള റീജിയനിൽ കാണുന്നതാണ് കോണിഫറസ് ഫോറസ്റ്റ്. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്രീസ് ഇവിടെയുള്ളത് പൈൻ, ഫിർ, സ്പ്രൂസ് എന്നൊക്കെയുള്ളതാണ്. നീഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും. അതുപോലെ കോണിഫറസ് ഫോറസ്റ്റിലുള്ള മണ്ണ് എങ്ങനെയുള്ള മണ്ണാണെന്നറിയോ? അസിഡിക് ആൻഡ് മിനറൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള മണ്ണാണ്. നെക്സ്റ്റ് ഫോറസ്റ്റ് ഫയർ എന്ന് പറയുന്നത് 3 ടൈപ്സ് ഉണ്ട്. സർഫേസ് ഫയർ, ഗ്രൗണ്ട് ഫയർ, ക്രൗൺ ഫയർ. അപ്പം സർഫേസ് ഫയർ എന്ന് പറയുന്നത് എന്താണ്, ഡ്രൈ ലീവ്സും ഗ്രാസൊക്കെയാണ് അത് കത്തിക്കുക. മീൻസ് അത് നശിപ്പിക്കുന്നത് ഡ്രൈ ലീവ്സിനെയും ഗ്രാസിനെയാണ്. അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഫോറസ്റ്റ് ഫയർ അല്ല. നെക്സ്റ്റ് ഗ്രൗണ്ട് ഫയർ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് ഓർഗാനിക് മാറ്റേഴ്സിനെ കത്തിക്കും. അത് മണ്ണിൽ കലങ്ങളായിട്ട് അടിയിലുള്ള അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സിനെ കത്തിക്കും. ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ തീ കെടുത്താൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്രൗൺ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ ടോപ്പ് ഓഫ് ദി ട്രീസ് അതാണ് അതിനെ കത്തിക്കുക. ഏറ്റവും അപകടകരമായിട്ടുള്ള തീപിടുത്താണ് ക്രൗൺ ഫയർ മെയിനായിട്ട് നടക്കുക ഡെൻസ് ഫോറസ്റ്റിലാണ്, അതായത് തിങ്ങിയുള്ള ഫോറസ്റ്റിലാണ് നടക്കുക. നെക്സ്റ്റ് എക്കോസിസ്റ്റമാണ് ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഗ്രാസസ് ഉള്ള ഏരിയനാണ് ഗ്രാസ്ലാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ മോഡറേറ്റ് ആയിട്ടുള്ള റെയിൻഫാളാണ്. കൂടുതലായിട്ടും ഗ്രേസിങ് ആനിമൽസിനെ ഗ്രേസ് ചെയ്യുന്നത് കാണാം. അതായത് ഡിയർ, ബൈസൺ, സീബ്ര, എലിഫൻറ്റ്. ഇത് ഹെർബിവോറസിനെ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഗ്രാസ് ലാൻഡാണിത്. നെക്സ്റ്റ് ഡിസേർട്ട് എക്കോസിസ്റ്റം. നമുക്കറിയാം മഴയൊന്നും തീരെയില്ലാത്ത ഹോട്ട് ഡേയ്സ് മാത്രം, കോൾഡ് നൈറ്റ്സ് ഉള്ള, വെള്ളത്തിന് സ്കാർസിറ്റി ഉള്ള ഇതാണ് ഡിസേർട്ട് എക്കോസിസ്റ്റം. ഇവിടെ പ്ലാന്റ്സ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ചെറിയ ലീവ്സും തിക്ക് സ്റ്റെമ്മും ഡീപ്പ് റൂട്ട്സുമാണ് ഉണ്ടാവുക, വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി. കാക്ടസ് ഇതിനൊരു എക്സാമ്പിളാണ്. പിന്നെ ആനിമൽസ് എന്ന് പറയുന്നത് ക്യാമൽ, ലിസാർഡ്, സ്നേക്ക്, സ്കോർപ്പിയോൺ ഒക്കെയാണ്. ഈ ആനിമൽസൊക്കെ മെയിനായിട്ട് ആക്റ്റീവ് ആവുന്നത് നൈറ്റാണ്. നെക്സ്റ്റ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം. ഇത് ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് അതിൽ വളരെ കുറച്ച് മാത്രം ഉപ്പുണ്ടാവുള്ളൂ. അത് റിവർ, ലേക്ക്, പോണ്ട്, സ്ട്രീംസൊക്കെ. ഇതിന് മെയിനായിട്ട് 2 ടൈപ്പ് എക്കോസിസ്റ്റമാണ്. ലെൻഡിക് എക്കോസിസ്റ്റം, സ്റ്റിൽ വാട്ടറും. ലോട്ടിക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്ലോയിങ് വാട്ടർ. ലെൻഡിങ് എന്ന് പറഞ്ഞാൽ ലേസി വാട്ടർ, അത് സ്റ്റില്ലായിട്ട് നിൽക്കും. ലേക്ക്, പോണ്ട് അതൊക്കെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്, അത് ഒഴുകുന്നില്ല. അങ്ങനെയുള്ളതാണ് ലെൻഡിക് എക്കോസിസ്റ്റം. ലോട്ടിക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോയിങ് വാട്ടർ, അത് ഒഴുകിക്കൊണ്ടിരിക്കും. റിവർ, പുഴയിലൊക്കെ നമുക്ക് കാണാം, അത് ഒഴുകിക്കൊണ്ട് അരുവിയിലൊക്കെ ഉള്ളത്. പിന്നെ വെള്ളത്തിലുള്ള ഓർഗാനിസം എന്തൊക്കെയാണ്? പ്ലാങ്ക്ടൺ, ചെറിയ ഓർഗാനിസം, വെള്ളത്തിൽ കാണുന്നൊരു ഓർഗാനിസമാണിത് പ്ലാങ്ക്ടൺ. പിന്നെ ഫൈറ്റോ പ്ലാങ്ക്ടൺ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ്, പ്ലാന്റ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺ. പിന്നെ സൂ പ്ലാങ്ക്ടൺ, അതൊരു ആനിമൽ പ്ലാങ്ക്ടൺ. പിന്നെ നെക്ടൺ എന്ന് പറയുന്നത് സ്ട്രോങ് സ്വിമ്മേഴ്സാണ്. അതായത് ഫിഷ്, വെയിൽ, ഡോൾഫിനൊക്കെ നെക്ടൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. നെക്സ്റ്റ് ബെന്തോസ്, അതായത് ബോട്ടമിലാണ്, വെള്ളത്തിൻ്റെ ബോട്ടത്തിൽ ലീവ് ചെയ്യുന്നത്. അത് ക്രാബ്, സ്റ്റാർ ഫിഷ്, വേംസ്. നെക്സ്റ്റ് പെരിപൈത്തോൺ, അതായത് വെള്ളത്തിലുള്ള പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിലും ലീവ്സിലും ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ട് വളരുന്നതാണ് പെരിപൈത്തൺ. പിന്നെയുള്ളത് മെറൈൻ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഷ്യൻ എക്കോസിസ്റ്റം, അതായത് ഇതിൽ ഉപ്പുവെള്ളമാണുള്ളത്. അത് 71% എർത്തിൻ്റെ സർഫേസ് കവർ ചെയ്യുന്നത് ഓഷ്യൻ എക്കോസിസ്റ്റമാണ്. ഇതാണ് എർത്തിലെ തന്നെ ലാർജസ്റ്റ് എക്കോസിസ്റ്റം. ഇനി നമുക്ക് മറൈൻ സോൺസ് പഠിക്കാം. ലിറ്റോറൽ സോൺ എന്ന് പറയുന്നത് ഷോറിൻ്റെ, തീരത്തിൻ്റെ നിയർ ആയിട്ടുള്ള സോണിനെ ലിറ്റോറൽ സോൺ എന്ന് പറയാം. നെക്സ്റ്റ് പെലാഗിക് സോൺ, ഓപ്പൺ ഓഷ്യനാണ്. ഇത് പിന്നെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് അല്ല.
ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് എസ്റ്റുറി, അതായത് ഒരു റിവർ കടലിനെ മീറ്റ് ചെയ്യാണ്, അതായത് ഫ്രഷ് വാട്ടറും സാൾട്ട് വാട്ടറും കൂടെ മിക്സ് ആവുകയാണ്. ഈ ഒരു മീറ്റിംഗ് പ്ലേസിനാണ് എന്താ പറയുക, എസ്റ്റുറി എന്ന് പറയുക. എസ്റ്റുറീസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്കോസിസ്റ്റമാണ്. ഇത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയത് എന്തുകൊണ്ടാണ്? നഴ്സറി ഫോർ ഫിഷസ്, റിച്ച് ബയോഡൈവേഴ്സിറ്റി, വെരി പ്രൊഡക്റ്റീവ്, സപ്പോർട്ട്സ് ഫിഷിംഗ്, പ്രൊട്ടക്ട്സ് കോസ്റ്റ് ലൈൻസ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണെന്ന് തോന്നുന്നു വെറ്റ്ലാൻഡ്സ്. വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യലി ഓർ ഫുള്ളി കവേർഡ് വിത്ത് വാട്ടർ, അതായത് ലാൻഡ് പാർഷ്യലായിട്ട് അല്ലെങ്കിൽ ഫുള്ളായിട്ട് വെള്ളം കവർ ചെയ്തിട്ടുള്ള മാംഗ്രോവ് ഫോറസ്റ്റ്, അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇതെന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫ്ലഡ് കൺട്രോൾ ചെയ്യാനും ഗ്രൗണ്ട് വാട്ടർ റീചാർജിനും ഫിഷ് ബ്രീഡിങ്ങിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറ്റ്ലാൻഡ്സിന് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, നേച്ചേഴ്സ് കിഡ്നീസ് എന്ന്. അതായത് അവരാണ് എന്താണ് ക്ലീൻ വാട്ടറിനെ ക്ലീനായിട്ട് നിർത്തുന്നത്. അപ്പോൾ നേച്ചേഴ്സ് കിഡ്നി എന്ന് കൂടി ഇതറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് എക്കോസിസ്റ്റം പ്രൊഡക്ടിവിറ്റി, ഇതൊരു മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് എക്കോസിസ്റ്റം പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് പ്രൊഡക്ഷൻ്റെ റേറ്റാണ്. അപ്പോൾ പ്ലാന്റ്സിനാണ് ഏറ്റവും കൂടുതൽ ഫുഡ് പ്രൊഡക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ അവർ എൻ്റയർ എക്കോസിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് അവർ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം പ്ലാന്റ്സ് ഇല്ലെങ്കിൽ, പ്രൊഡ്യൂസേഴ്സ് ഇല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് എക്കോസിസ്റ്റം പ്രൊഡക്ടിവിറ്റി. ഇനി എക്കോളജിക്കൽ ബാലൻസ്, അതായത് എല്ലാ എക്കോസിസ്റ്റത്തിനും പ്രെഡേറ്റേഴ്സ് ഉണ്ട്, പ്രേ ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോയാലാണെന്ത് എക്കോസിസ്റ്റം ഹെൽത്തി ആയിട്ട് റിമെയിൻ ചെയ്യുള്ളൂ. പക്ഷേ മനുഷ്യർ ഈ ബാലൻസ് തകർത്ത് കഴിയുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. എന്തൊക്കെ പ്രശ്നങ്ങൾ? ഡിഫോറസ്റ്റേഷൻ, പൊല്യൂഷൻ, മൈനിങ്, ക്ലൈമറ്റ് ചേഞ്ച്. ഇനി നെക്സ്റ്റ് ത്രെഡ്സ് ടു എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിൻ്റെ ബിഗ്ഗസ്റ്റ് ത്രെഡ് എന്താണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസാണ് എക്കോസിസ്റ്റത്തിനെ തകരാറിലാക്കുന്ന മെയിൻ കാരണം. എന്തൊക്കെ ത്രെഡ്സാണ്? ഡിഫോറസ്റ്റേഷനിലൂടെ, മൈനിങ്ങിലൂടെ, പൊല്യൂഷൻ, അർബൻ എക്സ്പാൻഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്, ക്ലൈമറ്റ് ചേഞ്ച്, ഇൻവേസീവ് സ്പീഷീസ്. ഇതിൽ മെയിനായിട്ട് മൈനിങ് ആണ് വളരെ മേജർ കോസ് വരുത്തുന്ന ഇഷ്യൂ. ഡിഫോറസ്റ്റേഷനും മൈനിങ്ങുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും എക്സാംസിന് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ബ്ലോക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് എൻവയോൺമെൻറ്റ്? എൻവയോൺമെൻറ്റിൻ്റെ വേർഡിൻ്റെ ഒറിജിൻ, കമ്പോണൻസ്, ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ്, ഹ്യൂമൻ എൻവയോൺമെൻറ്റ് റിലേഷൻഷിപ്പ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ബ്രെഡ് ലാൻഡ് റിപ്പോർട്ട് എന്താണ്, 3 പില്ലേഴ്സ് എന്താണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, അതുപോലെ എക്കോസിസ്റ്റം എന്താണ്, അതിൻ്റെ കമ്പോണൻസ്, പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്, അതുപോലെ ഫുഡ് ചെയിന്, ഫുഡ് വെബ്, ട്രോപ്പിക് ലെവല്, എക്കോളജിക്കൽ പിരമിഡ്, എക്കോളജിക്കൽ സക്സഷൻ, സ്പീഷീസ് ഇൻട്രാക്ഷൻസ്, ഹോമിയോസ്റ്റാസിസ്, പിന്നെ ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, കോണിഫറസ്, ഫോറസ്റ്റ് ഫയർ, പിന്നെ ഗ്രാസ് ലാൻഡ്, ഡിസേർട്ട്, ഫ്രഷ് വാട്ടർ, അക്വാട്ടിക് ഓർഗാനിസംസ്, മറൈൻ എക്കോസിസ്റ്റം, ലിറ്റോറൽ സോണ്. ലിറ്റോറൽ സോൺ എന്താണെന്ന് നോക്കുക. ഷോറിൻ്റെ അടുത്തുള്ള സോണിനാണ് എന്ത് പറയുക, ലിറ്റോറൽ സോൺ. സലൈനിറ്റി ലൈറ്റായിരിക്കും, ഹയസ്റ്റ് വേരിയേഷൻ ടെമ്പറേച്ചേഴ്സൊക്കെ ഉണ്ടാകുന്നത് ലിറ്റോറൽ സോണിലാണ്. പിന്നെ എസ്റ്റുറി എന്ന് പറയുന്നത് റിവർ മീറ്റ് സീ, അതായത് റിവർ സീയുമായിട്ട് മിക്സ് ആവുന്നതിനാണ് എന്ത് പറയുക, എസ്റ്റുറി. വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത് നേച്ചേഴ്സ് കിഡ്നി, വാട്ടർ പ്യൂരിഫിക്കേഷന്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഉള്ളത്. ഒരു റിവിഷൻ പോലെ ഞാനൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുകയാണ്.